ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന വിശുദ്ധ പത്രോസിൻ്റെ ഈ ബസിലിക്കയിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ഭൗതിക ശരീരം പൊതു ദർശനത്തിന് വേണ്ടി വച്ചിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ മൃതശരീരം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, തങ്ങളുടെ പിതാവിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി പതിനായിരങ്ങളല്ല ലക്ഷങ്ങൾ തന്നെ ഈ ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നീണ്ട നിരകൾ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബസിലിക്കയുടെ നേരെ മുൻപിൽ ഉള്ള ആ വലിയ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ബസിലിക്കയ്ക്ക് അഭിമുഖമായുള്ള വലിയ റോഡിൽ ഇവിടെ തന്നെ നമുക്ക് കാണാം ലക്ഷങ്ങൾ നിൽക്കുകയാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നീണ്ട ക്യൂ ഉണ്ട്. രണ്ട് പ്രധാനപ്പെട്ട സെക്യൂരിറ്റി പരിശോധനകൾക്ക് ശേഷമാണ് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ഈ വരുന്ന വിശ്വാസികളെ അല്ലെങ്കിൽ തീർത്ഥാടകരെ സ്ക്വയറിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഈ വരുന്ന ആളുകളെ കുറച്ച് ദൂരെ വെച്ച് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും മിലിറ്ററി ഉദ്യോഗസ്ഥരും ചേർന്ന് അവരെ തടയും. അവിടെ ഒരു നീണ്ട ക്യൂ ഉണ്ട്. അവിടെ വെച്ച് അവരുടെ ബാഗുകൾ പരിശോധിക്കും. അതിനുശേഷം അവിടെ നിന്ന് ഈ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് കടത്തിവിടും. ഇതിനുശേഷം ഇനി മറ്റൊരു പ്രധാന പരിശോധനകൾ കൂടിയുണ്ട്. നമ്മൾ എയർപോർട്ടിലെല്ലാം കാണുന്നത് പോലുള്ള സെക്യൂരിറ്റി പരിശോധനകൾ, ബോഡി പരിശോധനകൾ, അതുപോലെ തന്നെ ബാഗ് സ്കാൻ ചെയ്യുന്ന പരിശോധനകളെല്ലാം ഉണ്ട്. അതിനുശേഷമാണ് സ്ക്വയറിലേക്ക് പ്രവേശിപ്പിക്കുക. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇപ്പോൾ തന്നെ വിശ്വാസികൾ വലിയ ക്യൂ ആയി നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്യൂ കുറയുന്നതനുസരിച്ച് മാത്രമാണ് മറ്റ് പുറത്തു നിന്നുള്ള ആളുകളെ അങ്ങോട്ടേക്ക് കയറ്റിവിടുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ക്യൂ നിൽക്കുന്ന മനുഷ്യർക്ക് വൈകുന്നേരം രാത്രിയെങ്കിലും പരിശുദ്ധ പിതാവിൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇവർ കാത്തു നിൽക്കുന്നത്. കടുത്ത വെയിലാണ് ഇവിടെ. കടുത്ത വെയിലിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യർ തങ്ങളുടെ പിതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ബസിലിക്കയിൽ ഇന്ന് 11 മണി മുതൽ, പ്രാദേശിക സമയം ഇന്ന് 11 മണി മുതൽ പൊതുദർശനം ആരംഭിച്ചു. ഇപ്പോൾ ഇവിടുത്തെ റോമൻ സമയം ഇപ്പോൾ 12 മണിയാണ്. ഇന്ന് രാത്രി 12 മണി വരെ ഈ പൊതുദർശനം തുടരുമെന്നാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മാധ്യമ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വസതിയായിരുന്ന കാസ സാന്ത മാർത്തായിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. അതിന് കർദിനാളന്മാരും മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരും നേതൃത്വം നൽകി. കർദിനാളന്മാരുടെയും മെത്രാപ്പോലീത്തമാരുടെയും മെത്രാന്മാരുടെയും വൈദികരുടെയും അകമ്പടിയോടെ വിലാപയാത്രയായി പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കൊണ്ടുവന്നു. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നടുവിലൂടെ ഭൗതിക ശരീരം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന വാതിൽ വഴി സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ പത്രോസിൻ്റെ കബറിടം ഉൾക്കൊള്ളുന്ന പ്രധാന അൾത്താരയുടെ തൊട്ട് മുൻപിലായിട്ട് പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്താണ് പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത്. വലിയ ക്യൂ നിന്നാണ് ആളുകൾ അതിനകത്തേക്ക് കയറുന്നത്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് കാസ സാന്ത മാർത്തയിൽ വെച്ചും അതുപോലെ തന്നെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ചുമുള്ള തിരുക്കർമ്മങ്ങൾക്ക് കർദിനാളന്മാരും മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരും അതിൽ പങ്കെടുത്തു. ആ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചത് വത്തിക്കാൻ ചേംബറിൻ്റെ പേപ്പൽ ചേംബറിൻ്റെ കമർലങ്കോ ആയിരിക്കുന്ന കർദിനാൾ കെവിൻ ഫാരലാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്നത്തെ കാസ സാന്ത മാർത്തായിലെയും അതുപോലെ തന്നെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെയും അതുപോലെ വിലാപയാത്രയും അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ നടന്നു. ഇന്ന് രാത്രി 12 മണി വരെ പൊതുദർശനം തുടരും. നാളെയും പൊതുദർശനം ഇതുപോലെ തന്നെ രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരിക്കുമെന്നാണ് മാധ്യമ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ശനിയാഴ്ച വരെ അത് തുടരും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഈ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചിട്ടാണ് പരിശുദ്ധ പിതാവിൻ്റെ വിടവാങ്ങൽ ശുശ്രൂഷ, അതിനോടനുബന്ധിച്ചുള്ള കുർബാന ഇതെല്ലാം നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും. അതിനുശേഷം സ്ക്വയറിൽ വെച്ച് നടക്കുന്ന കർദിനാളന്മാരും മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരും അടങ്ങുന്ന വൈദികരും എല്ലാം ചേർന്ന് ഒരു സമൂഹ ബലി നടക്കും. ആ സമൂഹ ബലിയെ തുടർന്ന് വിടവാങ്ങൽ ശുശ്രൂഷയും അതിനെ തുടർന്ന് ഭൗതിക ശരീരം വീണ്ടും സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തേക്ക് കൊണ്ടുപോകും. അകത്തു നിന്ന് പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം പെട്ടി മുദ്ര വെച്ച്
വെച്ച് അടച്ചു മുദ്ര വെച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ബസിലിക്ക മരിയ മജോരയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം കബറടക്കുകയും ചെയ്യും. അങ്ങനെ അതിനെല്ലാം വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾക്ക് ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നു. അതോടൊപ്പം ശനിയാഴ്ച നടക്കുന്ന അന്നത്തെ ശുശ്രൂഷകൾക്ക് ഒരുപക്ഷെ ഈ സ്ക്വയറിലേക്ക് ഒത്തിരി പേർക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇവിടേക്ക് വരാനും പോകുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ആളുകളാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരു പക്ഷേ ഈ ഭാഗത്തേക്ക് അടുക്കാൻ പോലും പറ്റാത്ത അധികം ദൈവജനമായിരിക്കും. അതുകൊണ്ട് റോഡ് സൈഡിലെല്ലാം വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. നമ്മൾ ഈ സമയം പരിശുദ്ധ പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് ആത്മനാ പങ്കുചേരാം. 10,000 തേങ്ങലോടെ തങ്ങളുടെ വത്സല പിതാവിനെ യാത്രയാക്കുകയാണ്. നമുക്ക് അവരുടെ എല്ലാം വേദനയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് ഇനി നമുക്കൊരു പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വലിയ മുക്കുവനായി പുതിയൊരു പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുമ്പിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം.